നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കേന്ദ്രസേനയിൽ ഹെഡ് കോൺസ്റ്റബിൾ ആകാം. 233 ഒഴിവുകളുണ്ട്. ഏപ്രിൽ 20 മുൻപ് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനു കീഴിലുള്ള സശസ്ത്ര സീമാബൽ 2026 വർഷത്തെ ഹെഡ് കോൺസ്റ്റബിൾ തസ്തികകളിലേക്കുള്ള ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ആകെ 233 ഒഴിവുകളിലേക്കാണ് നിലവിൽ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൽ കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ, അതായത് 197 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഇലക്ട്രീഷ്യൻ 29, വെറ്റിനറി 5, സ്റ്റീവാർഡ് 2 എന്നീ വിഭാഗങ്ങളിലും ഒഴിവുകളുണ്ട്. 2026 മാർച്ച് 21 മുതൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത്. ഏപ്രിൽ 20 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഉദ്യോഗാർത്ഥികൾക്ക് ssb.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കാം. യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ ഓരോ തസ്തികയ്ക്കും വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതകളാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഹെഡ് കോൺസ്റ്റബിൾ കമ്മ്യൂണിക്കേഷൻ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ സയൻസ് വിഷയത്തിൽ 12ാം ക്ലാസ് വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് IT മേഖലകളിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇലക്ട്രീഷ്യൻ തസ്തികയ്ക്ക് 10ാം ക്ലാസും ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. വെറ്ററിനറി വിഭാഗത്തിലേക്ക് ബയോളജിക്ക് ഒരു പ്രധാന വിഷയമായി പഠിച്ച +2 യോഗ്യതയും വെറ്ററിനറി ഡിപ്ലോമയും ആവശ്യമാണ്. പ്രായപരിധി നോക്കിയാൽ ഇലക്ട്രീഷ്യൻ തസ്തികയ്ക്ക് 18 മുതൽ 25 വയസ്സുവരെയും മറ്റ് തസ്തികകൾക്ക് 18 മുതൽ 27 വയസ്സുവരെയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സംവരണ വിഭാഗങ്ങൾക്ക് സർക്കാർ നിയമപ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കും. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പ്രധാനമായും 4 ഘട്ടങ്ങളിലായാണ്. ആദ്യഘട്ടത്തിൽ കായികക്ഷമത പരിശോധിക്കുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇത് വിജയിക്കുന്നവർക്ക് 150 മാർക്കിന്റെ കമ്പ്യൂട്ടർ അധിഷ്ഠിത എഴുത്തു പരീക്ഷ നേരിടേണ്ടി വരും. ജനറൽ നോളജ്, മാത്തമാറ്റിക്സ്, റീസണിംഗ്, ലാംഗ്വേജ്, ടെക്നിക്കൽ സബ്ജക്റ്റ് എന്നിവയാണ് പരീക്ഷാ വിഷയങ്ങൾ. ഇതിനുശേഷം ഇലക്ട്രീഷ്യൻ തസ്തികയിലുള്ളവർക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. തുടർന്ന് രേഖാപരിശോധനയും മെഡിക്കൽ പരിശോധനയും ഉണ്ട്. ജനറൽ, OBC, EWS വിഭാഗങ്ങളിലെ പുരുഷന്മാർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC, ST, സ്ത്രീകൾ, മുൻ സൈനികർ എന്നിവർക്ക് ഫീസ് ഇളവുണ്ട്. കേന്ദ്രസേനയിൽ ജോലി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഇത് തീർച്ചയായും നല്ലൊരു അവസരമാണ്. യുവതികൾക്കും യുവാക്കൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അവസരങ്ങളുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് ജോലിയാണ്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നോക്കുക. അവസാന നിമിഷം വരെ കാത്തിരിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സെർവർ ബിസി ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ അപേക്ഷിക്കാൻ സാധിക്കാതെ വരാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കാൻ നോക്കൂ. ചിലപ്പോൾ ഈ ജോലി നിങ്ങൾക്ക് തന്നെയാകാം. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.